ഇസ്മുൽ അഅ്ലം കൊണ്ട് ബഹുമാനപ്പെട്ട ആസഫിന് ബർഖിയ ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹ് എത്തിച്ചു കൊടുത്തു. ഇസ്മുൽ അഅ്ലം പറയണമെങ്കിൽ തന്നെ ചങ്ങായി ഈ പറഞ്ഞ ടൈം വേണ്ടേ? ഇടങ്ങാറാവില്ലപ്പത്. ഇയാൾ പറഞ്ഞതോ അൽ ഫാത്തിഹ. എന്നിട്ട് ഇസ്മുൽ അഅ്ലം ഒക്കെ ഒന്ന് ചൊല്ലി ഒന്ന് എല്ലാവരും കൂടി ദിക്റാഹിക്കൊക്കെ നടത്തി. അപ്പോഴേക്ക് അല്ലാഹ് അത് എത്തിച്ചു കൊടുത്തു. പാവം ആസഫിന് ബർഖിയ എന്ത് ചെയ്യാ? എന്താ അവസ്ഥ? ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ച് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ഓ പേരോട് മൗലവി, അവിടെ എവിടെ ടൈം? പിന്നെ അവിടെ ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ച് ദ്വാരക്കാൻ അവിടെ ടൈം. അപ്പൊ അതിന് കുറെ ആൾക്കാർ തഫ്സീറൊക്കെ വായിക്കാൻ നോക്കുന്നുണ്ട്. ഇസ്മുൽ അഅ്ലം ഒക്കെ ചില ഇതിലൊക്കെ കാണാലോ. നിങ്ങളുടെ പേര് നിങ്ങൾ വായിച്ച് വലിയ വലിയ ആൾക്കാരെ ഇറങ്ങിയിട്ട് അനാതീക ബിഹി എന്ന് പറഞ്ഞോടത്ത് ദ്വാരന്ന് പിന്നെ പ്രാർത്ഥന നടത്തി അൽഫാത്തി ഓതി കിട്ടിയെന്ന് തഫ്സീറൊക്കെ ആയിട്ട് വരിങ്ങൾ അങ്ങനെ വരച്ച വര കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ആ ഉലമാ മുഴുവനും വരി. എന്നിട്ട് ഞാനൊന്ന് വായിക്കാതെ ചോട്ടകളൊക്കെ അവിടെ മാറി വലിയ വലിയ ഇറങ്ങി വായിക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കേരള യാത്രയിൽ ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആ സംഭവം വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞിരുന്നു ആസഫ് റളിയല്ലാഹു അൻഹു ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹു തആല സിംഹാസനം അവിടെ എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കാട്ടുവളപ്പിൽ പറഞ്ഞിരുന്നു അവിടെ ഇങ്ങനെ ഒരു അൽഫാത്തിഹ വിളിച്ച് യാസീനൊക്കെ ഓതി ദ്വാരക്കാൻ എവിടെ സമയം പേരോടെ എന്നൊക്കെ ചോദിച്ചാണ്ട് ഇങ്ങനെ കളിയാക്കി. അപ്പം നമ്മൾ ആ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് തഫ്സീറുകൾ വായിച്ചിരുന്നു. ഈ ആയത്ത് വിശദീകരിക്കുന്ന എല്ലാ തഫ്സീറിലും ഉണ്ടത്. ഇപ്പം ആസഫു ബിൽ ഇസ്മിൽ അഅ്ലം എവിടെ ഇല്ലാത്ത? ഏത് തഫ്സീറിലാണ് അതില്ലാത്ത? ഈ ദുആ ഏത് ദുആ ചങ്ങായി? ഈ ജാഹിൽ ഇന്നലെയും പറയേണ്ടത്. ഇന്നലെ പ്രസംഗിക്കുമ്പോഴും പറയുന്നത്. പക്ഷെ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ആദ്യം പ്രസംഗിച്ചാൽ ഊക്കില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഈ തഫ്സീറുകളൊക്കെ വായിച്ച കുരുവട്ടൂരികളും കേട്ടിട്ടുണ്ട്. ഞോല മുമ്പിൽ എന്തെങ്കിലും ഒന്ന് വെളുപ്പിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അവങ്ങനെ ഇളിച്ചായിട്ടാണ് പറയണേ. പറയുമ്പോൾ തന്നെ ഓനൊരു ഇതുണ്ട്, ഞാൻ പറഞ്ഞൊക്കെ ജാലത്താണ്, എന്നാൽ ഇട്ടങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് പറയണം. ഇളിച്ചാട്ടി കൊണ്ടാണ് പറയണത്. എവിടെ അവിടെ ദ്വാരക്കാൻ നേരെന്ന് ഈ ഹയവാന് ഈ ജാഹിലിന് അറിയോ ഔലിയാക്കളുടെ അവസ്ഥ? ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി സമ്മതിക്കൊപ്പം എങ്ങനെ ഇപ്പോൾ ഒരു കാമൽ നിന്നാണ്ട് ഒരു ഖത്തോതുക? ഷാഫി ഇമാമിനെ സംബന്ധിച്ച് റമദാൻ അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും ഒരു ഖത്മ്, റമദാനിലാണെങ്കിലോ അത് ഇരട്ടി. ഇങ്ങനെ എങ്ങനെ ഇപ്പോൾ അത് പറ്റുക? അല്ലെങ്കിൽ അങ്ങനെ ഔലിയാക്കളുടെ കറാമത്ത് അമ്പിയാക്കളുടെ മോചിതത്തൊക്കെ പറയുമ്പം അവിടെ എങ്ങനെ അത് ഉച്ചരിക്കാനുള്ള സമയം, ഉച്ചരിച്ച് ദ്വാരക്കാൻ അവിടെ സമയം എന്നൊക്കെ ചോദിക്കണം. ആ ചോദ്യം തന്നെ ഈ ഹയവാൻ ഔലിയാക്കളെ സംബന്ധിച്ച് ഒരു വിവരമില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. പേരോട് സ്ഥാനം പരിഹസിക്കണം, അത്രേ ഈ ഹയവാൻ്റെ ലക്ഷ്യമുള്ളൂ. ഈ ജാഹിലിന് അത്രേ ലക്ഷ്യമുള്ളൂ. അതിനിപ്പം വേറെ ഔലിയാക്കൾ അത്ര മോശമാക്കിയാലും വേണ്ടില്ല, പേരോടിനെ പരിഹസിക്കണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. എന്നിട്ട് ഒന്നേലും പറയേണ്ടത് എവിടെ അവിടെ ദ്വാരക്കാൻ സമയം? കണ്ണുമ്പി തുറക്കുമ്പോൾ സാധനം കൊണ്ടുവരില്ലേ? പിന്നെ അവിടെ അതെന്നോട് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നാൾ പറഞ്ഞല്ലോ അക്കുസമാലബറ ഈ ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ച് ദ്വാരുന്നു എന്ന് പറഞ്ഞാൽ ഈ തഫ്സീറായ തഫ്സീറുകളിൽ മുഴുവനുണ്ട്. ഞാൻ പറഞ്ഞില്ല തഫ്സീറുൽ ജലാലൈനി ഫഫീ നദരിഹി ഇല സമാഇ ദഅ ആസഫു ബിൽ ഇസ്മിൽ അഅ്ലം അയ്യതി അല്ലാഹു ബിഹി ഫഹസല. കണ്ടില്ലേ? ആസഫ് ബിൻ ബർഖിയ ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ചുകൊണ്ട് ദ്വാരുന്നു. അതുപോലെ തബരിയിൽ കാണാം ഫദഅ ബിൽ ഇസ്മിൽ അഅ്ലം, ഇസ്മുൽ അഅ്ലം കൊണ്ട് ദ്വാരുന്നു. ബഹറുൽ മുഹീത്തിൽ കാണാം ഫഫിൽ കലാമി ഹദ്ഫുൻ തഖ്ദീറുഹു ഫദഅ അല്ലാഹ ഫഅതാ ബിഹി ഫഅതാഹു ബിഹി.